എല്ലാവർക്കും സുഖമല്ലേ? ഈ പച്ചമാങ്ങയാണ് ഇന്നത്തെ താരം. അപ്പൊ ഇത് വെച്ച് എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പുഡിംഗ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടേ പാൽപ്പൊടിയിൽ നിന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചു നോക്കിയേ, അടിപൊളി ടേസ്റ്റാണേ. നല്ല രുചിയുള്ള പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. മീഡിയം സൈസിലുള്ള 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 3 എടുക്കാം കേട്ടോ. നമുക്കപ്പോൾ അല്പം ഇത് ചെനച്ച് കിടക്കിയതാണ് കേട്ടോ, കാരണം അതാണ് ഇതിന് അങ്ങനെയുള്ള മാങ്ങയാണ് നല്ലത്. അപ്പോൾ ഇതിന് തൊലിയെ കളഞ്ഞെടുത്തിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതായത് നമുക്കിത് വേവിക്കാനുള്ളതാണ്. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനാണ്. അപ്പോൾ നമുക്കിതിനകത്തേക്കൊരു കുറച്ച് വെള്ളം ചേർക്കാനുണ്ട്. 1 കപ്പ് വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ 1.5 കപ്പ് വരെ ആകാം. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ തീയിൽ വേണം കേട്ടോ വേവിക്കാനായിട്ട്. മാങ്ങ അതൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരിത്തിരി കൂടെ നല്ലതുപോലെ വെന്തോട്ടെ. നമുക്ക് അല്പം കൂടെ വേണമെങ്കിൽ ഒരു 1/2 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം നമുക്കിത് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കേണ്ടതാണ്. ഇത് നമുക്ക് മിക്സിയിൽ അടിക്കണ്ട, ഈ ചൂടോടെ തന്നെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനി ഇത് അടുപ്പ് ഓഫാക്കാം. ഓഫാക്കിയിട്ട് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാങ്ങ നല്ലതുപോലെ വെന്ത് അതിൻ്റെ മണം വരുന്നുണ്ട്. അടുപ്പ് ഓഫാക്കിയിട്ടുണ്ടേ. അപ്പോൾ ഇനി ഒരു സ്ട്രെയിനർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഈ ബൗളിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്ട്രെയിനർ അരിപ്പ പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചൂടോടെ തന്നെ നമ്മളെ മാങ്ങ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനകത്തൂടെ മുഴുവനും നമുക്ക് വീണ് കിട്ടും. അല്പം എന്തായാലും ഇത്തിരി തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ തരി പാടില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം നമ്മൾ മാറ്റിക്കളയാം. അപ്പോൾ നമുക്കെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. അല്പം മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പൾപ്പ് നമുക്ക് ഈ പാത്രത്തിലേക്ക്, ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് തയ്യാറാക്കി നിലത്തേക്ക് ഇട്ട് കൊടുക്കും. ഇത് അര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അത്രയും മതിയാവും. ഇനിയിപ്പം കാരണം തിരിച്ചനച്ച മാങ്ങയാണല്ലോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ അതുപോലെ തന്നെ 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട്, ഇതാണ് കോൺഫ്ലോർ നമ്മുടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കട്ടയില്ലാതെ തന്നെ വെള്ളം കുറച്ച് ഇത് ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ കോൺഫ്ലോർ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്ത് അവിടെ ഒന്ന് മൂടി ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പത്തേക്ക് നമുക്ക് നമ്മുടെ പൾപ്പ് പച്ചമാങ്ങയുടെ പൾപ്പ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി, വലിയ തീ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന് ഇത്തിരി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഒന്ന്, കാരണം പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്, ഇത്തിരി വെള്ളം ഒന്ന് വറ്റി വന്നോട്ടെ. ഇത്തിരി വെള്ളം ഇതിമ്പത്തിൽ അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കളർ എന്താണ് ഈ പച്ച കളർ വരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കാനാണെങ്കിൽ ചെയ്യണ്ട. ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ടാണ് ഈ കളർ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ബ്രാൻഡ് ഫുഡ് കളർ തന്നെ വാങ്ങുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് നല്ല കളർഫുൾ ആയിട്ടുണ്ട് നമ്മുടെ. ഇനി നമുക്ക് ആ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടില്ലേ, അത് ഈ പൾപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. ഇപ്പം ഞാനിത് ഓഫ് ചെയ്തിരിക്കുകയാണേ. അടുപ്പ് ഓഫ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇത് കട്ട പിടിക്കാൻ പാടില്ല. നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ആ കോൺഫ്ലോർ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു കാരണവശാലും കട്ട വരരുത്.
ഇനിയിപ്പോൾ നമുക്ക് ഇത് തീ ഫ്ലെയിം ഒന്നുകൂടെ കത്തിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ കോൺഫ്ലവറിൻ്റെ ടേസ്റ്റ് വരും. ആ കോൺഫ്ലവർ നന്നായിട്ട് നമുക്കറിയാം, അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് പോലെയാവും. കണ്ടോ, ഇതുകൊണ്ട് അതിൻ്റെ ടെക്സ്ചർ മാറിയത് കണ്ടോ, ഇതുപോലെ മാറി വരും. ചെറുതീയിൽ വേണം ചെയ്യാനായിട്ട്, വലിയ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം നമ്മൾ അല്പം എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ ഈ ചൂടോടെ തന്നെ ഇതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ചൂടാറുന്നവരെ പുറത്ത് വെളിയിലിരിക്കണം. എന്നിട്ട് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലായ ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എൻ്റെ വിലയേറെ അഭിപ്രായം കമൻറ്റുകളായി എഴുതണേ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അതൊരു ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ട് അതിങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ, കാരണം നമ്മൾ എണ്ണ പരട്ടിയാണല്ലോ വെച്ചത്, അതിങ്ങനെ പതുക്കെ താഴോട്ട് പാത്രത്തിലേക്ക് വീഴും. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തിട്ട് പാൽപ്പൊടിയിൽ നിന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും